ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ബഹുമാന്യരായ സഹോദരി സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഏറെ ആഗ്രഹത്തോടുകൂടി ഏതൊരു വിശ്വാസിയും പ്രതീക്ഷ അർപ്പിക്കുന്ന സുപ്രധാനമായ ഒരു ആരാധനയാണ് ഹജ്ജും ഉംറയും. ഇന്ത്യക്കാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം 3 കാര്യങ്ങൾ നമുക്ക് യോജിച്ചു വരണം. ഒന്ന്, നമ്മുടെ ആരോഗ്യം, അവിടെ എത്താനുള്ള സമ്പത്ത്, അതേപോലെ ഗതാഗത സൗകര്യം. ഇത് 3ഉം ഒത്തുവന്നാൽ ഒരു സത്യവിശ്വാസിക്ക് ഹജ്ജ് ജീവിതത്തിൽ നിർബന്ധമാകും. വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്തി മനിസ്തത്താഅ ഇലൈഹി സബീല. 3-ാം അധ്യായത്തിലെ 97-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അതിന് കഴിവ് ഒത്തുവന്നാൽ, അതിലേക്കുള്ള മാർഗം ശരിയായി കഴിഞ്ഞാൽ ലോകത്തിൻ്റെ സ്രഷ്ടാവിനോടുള്ള ആ ബാധ്യത നിർവഹിക്കണം എന്നാണ്. അപ്പോൾ ശാരീരികമായി ഒരു വ്യക്തി ശരിയായ രൂപത്തിലായി തീരുക എന്നത് അവൻ്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ 28-ാം അധ്യായത്തിലെ 26-ാമത്തെ ആയത്തിൽ പറയുന്നത് അൽ ഖവിയ്യുൽ അമീൻ. മൂസാ നബി അലൈഹിസ്സലാം ശക്തവാനായിരുന്നു, അഥവാ ആരോഗ്യവാനായിരുന്നു, വിശ്വസ്തനുമായിരുന്നു. വിശ്വാസം ജീവിതത്തിൻ്റെ സൗന്ദര്യമാണെങ്കിൽ ഒരു വ്യക്തിയുടെ ശാരീരികമായ അവസ്ഥയാണ് ഖവിയ്യ്, ആരോഗ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്ന ഒരു പ്രവാചകന്റെ പ്രത്യേകതയായി എടുത്തു പറയുന്നു, അദ്ദേഹം ഖവിയ്യായിരുന്നു, ശക്തവാനായിരുന്നു, ആരോഗ്യവാനായിരുന്നു എന്ന്. ലോകത്തിൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന സുപ്രധാനമായ ഒരു കാര്യം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത 2664-ാമത്തെ ഹദീസിൽ നമുക്ക് കാണാം. അൽ മുഅ്മിനുൽ ഖവിയ്യ് ഖൈറുൻ വ അഹബ്ബു ഇലല്ലാഹി മിനൽ മുഅ്മിനിൽ ലഈഫ്. അൽ മുഅ്മിനുൽ ഖവിയ്യ്, ആരോഗ്യവാനായ ശക്തനായ വിശ്വാസി, ഖൈറുൻ, ഉത്തമനാണ്, വ അഹബ്ബു ഇലല്ലാഹ്, പടച്ചവനിലേക്ക് ഇഷ്ടപ്പെട്ടവനുമാണ്, മിനൽ മുഅ്മിനിൽ ലഈഫ്, ദുർബലനായ സത്യവിശ്വാസിയേക്കാൾ. അപ്പോൾ ആരോഗ്യവാനായ ആളെ ലോകത്തിൻ്റെ സ്രഷ്ടാവിന്, പടച്ചവന് ഇഷ്ടമാകുന്നു. നമുക്ക് ആരാധനകൾ നിർവഹിക്കണമെങ്കിൽ ആരോഗ്യം വേണം. അതുകൊണ്ട് ആരോഗ്യം അവഗണിച്ചുകൊണ്ട് നമുക്ക് ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല. എല്ലാ ഫാത്തിഹ ഓതുന്ന സന്ദർഭത്തിൽ നമ്മൾ പറയുന്നു, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു. വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് പറഞ്ഞെടുത്ത് ആരാധനകൾ നിർവഹിക്കുവാനുള്ള സഹായം അതിൽ ഉൾപ്പെടുമെന്ന് വിശുദ്ധ ഖുർആനിൻ്റെ തഫ്സീറുകളിൽ നമുക്ക് കാണാൻ പറ്റും. മാത്രമല്ല, നിർബന്ധ നോമ്പ് പോലും, റമളാൻ മാസത്തിലെ നിർബന്ധ നോമ്പ് പോലും, ഫമൻ കാന മിൻകും മരീലൻ ഔ അലാ സഫരിൻ, ഏതെങ്കിലും ആളുകൾ രോഗിയാണെങ്കിൽ, യാത്രയിലാണെങ്കിൽ, ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ, മറ്റൊരു ദിവസം ആ എണ്ണം പൂർത്തിയാക്കിയാൽ മതി എന്ന് 2-ാം അധ്യായത്തിലെ 184-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അഥവാ രോഗിക്കും യാത്രക്കാരനുമൊക്കെ ഇളവ് കൊടുത്തു. അപ്പോൾ നിർബന്ധമായ നോമ്പിന് പോലും ശരീരത്തെ ബാധിക്കരുത് എന്ന നിർബന്ധം ലോകത്തിൻ്റെ സ്രഷ്ടാവ് നമുക്ക് പഠിപ്പിക്കുന്നു. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നമ്മൾ നിർവഹിക്കേണ്ട പ്രാർത്ഥനകളിൽ ഒന്ന് കാണാം, അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, പടച്ചവനെ എൻ്റെ ശരീരത്തിന് നീ ആഫിയത്ത്, ആരോഗ്യം, കഴിവ് നൽകണമെന്ന് രാവിലെ 3 പ്രാവശ്യം, വൈകുന്നേരം 3 പ്രാവശ്യം. അഥവാ പ്രാർത്ഥനകളിൽ നിത്യമായി നമ്മൾ നിർവഹിക്കേണ്ട കാര്യമാണ് നമ്മുടെ ആരോഗ്യത്തിൻ്റെ കാര്യം. നമസ്കാരത്തിൽ ഇടയിലിരുത്തത്തിൽ കുറേ കാര്യങ്ങൾ ലോകത്തിൻ്റെ സ്രഷ്ടാവിനോട് നമ്മൾ യാചിക്കുന്നു, അപേക്ഷിക്കുന്നു. അതിലൊന്ന് വആഫിനി, പടച്ചവനെ നീ എനിക്ക് ആരോഗ്യം തരണമേ എന്നാണ്. അതുകൊണ്ട് ഹാജിമാരോട് പറയാനുള്ളത്, ഇതൊന്നും അത്ര പ്രശ്നമല്ല, ശ്രദ്ധിക്കേണ്ടതല്ല എന്ന് പറയരുത്. ഇത് പ്രശ്നമാണ്, ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം നമ്മൾ പോകുന്നത് വളരെ ദൂരത്തേക്കാണ്. 1.5 മാസം നീണ്ടു നിൽക്കുന്നതാണ് ഹജ്ജിൻ്റെ യാത്ര, 3 ആഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്നതാണ് ഉംറയുടെ യാത്ര. അതുകൊണ്ട് തന്നെ ആ സന്ദർഭത്തിൽ നമ്മൾ പോകുന്ന കാര്യം ഭംഗിയായി നിർവഹിച്ചു വരണം. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നു. വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായത്തിലെ 57-ാമത്തെ ആയത്തിൽ പറയുന്നു, കുലൂ മിനത്വയ്യിബാത്തി മാ റസഖ്നാകും, നാം നിങ്ങൾക്ക് നൽകിയിട്ടുള്ളതിൽ നിങ്ങൾ വിശിഷ്ടമായതിനെ, നല്ലതിനെ ഭക്ഷിക്കുക. അപ്പോൾ ഭക്ഷണം, വെള്ളം അത് നന്നാകണം, അത് മാലിന്യമുള്ളതാകരുത്, അത് നിഷിദ്ധമാകരുത്,
തുടങ്ങിയ കാര്യങ്ങൾ വിശുദ്ധ ഖുർആൻ സത്യവിശ്വാസികളോട് കൽപ്പിക്കുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ്. ഇതൊക്കെ പറയുമ്പോൾ രോഗികളായ ആളുകൾ, പടച്ചവനെ ഞങ്ങൾ രോഗികളാണല്ലോ, എനിക്ക് പ്രമേഹമുണ്ടല്ലോ, പ്രഷർ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ടതില്ല. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നത്, ഒരാൾക്ക് രോഗം ബാധിച്ചാൽ ആ രോഗം മുഖേന അയാൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ മുഖേന ആ വ്യക്തിക്ക് പ്രതിഫലം ലഭിക്കും എന്നാണ്. അതുകൊണ്ട് തന്നെ രോഗമായിപ്പോയി, അയ്യൂബ് നബി അലൈഹിസ്സലാം രോഗമായിട്ടുണ്ട്. രോഗമാവുക എന്നത് ന്യൂനതയല്ല, അതൊരു പരീക്ഷണമായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. എന്നാൽ രോഗം വരാതിരിക്കാനും വന്ന രോഗത്തെ ചികിത്സിക്കാനും ശ്രദ്ധിക്കുക എന്നത് ഇസ്ലാമിക അധ്യാപനങ്ങളിൽ വളരെ പ്രധാനമാണ്. ഒന്ന്, വളരെ എളുപ്പത്തിൽ നമുക്ക് ലഭിക്കുന്ന വെള്ളം ധാരാളം കിട്ടുന്ന കേരളക്കാർ വെള്ളം കുടിയുടെ വിഷയത്തിൽ പിശുക്കരാണ്. ആവശ്യത്തിന് വെള്ളം കുടിക്കില്ല. നമുക്കറിയാം, മൂത്രത്തിൻ്റെ കളർ സ്വാഭാവികമായും ഒരു ഇളം മഞ്ഞ കളർ ഉണ്ടാകും. എന്നാൽ ശക്തമായ മഞ്ഞയിലേക്ക് പലരുടെയും മൂത്രം ഒഴിക്കുമ്പോൾ കാണാൻ പറ്റും. കാരണം എന്താണ്? ആവശ്യത്തിന് വെള്ളം കുടിക്കാത്തത് കൊണ്ട് മൂത്രമായി പോയ വെള്ളം വീണ്ടും ശരീരം തിരിച്ചെടുത്ത് അങ്ങനെ പ്രയാസങ്ങളുണ്ടായി, പിന്നെ കിഡ്നിയിൽ കല്ല് വന്ന് ഈ അവസ്ഥയിലേക്കൊക്കെ പോകുന്നത് വെള്ളം കുടിക്കാത്തത് കൊണ്ടാണ്. ശരീരത്തിൻ്റെ എല്ലാ പ്രക്രിയകൾക്കും വെള്ളം അനിവാര്യമാണ്. അതുകൊണ്ട് ശുദ്ധജലം, നമ്മൾ ഹജ്ജിന് പോകുന്നതിന് മുമ്പും ഹജ്ജിനുമൊക്കെ ധാരാളമായി, കിഡ്നിയുമായി ബന്ധപ്പെട്ട അസുഖം ഉണ്ടെങ്കിൽ ഡോക്ടർമാർ നിർദ്ദേശിച്ച നിയന്ത്രണമുണ്ടെങ്കിൽ വെള്ളത്തെ നിയന്ത്രിക്കാം. അല്ലാത്തവരൊക്കെ തീർച്ചയായും ധാരാളമായി വെള്ളം കുടിക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ വൈറ്റമിൻസോ മറ്റോ വല്ല കുറവുമുണ്ടോ എന്ന് നമുക്കൊരു ഡോക്ടറെ കാണിച്ചാൽ മനസ്സിലാകും. അങ്ങനെ വൈറ്റമിൻ ബിയോ വൈറ്റമിൻ സിയോ ഏതെങ്കിലും വൈറ്റമിൻസ് ആവശ്യമുണ്ടെങ്കിൽ നമ്മളത് ഉപയോഗിക്കുക എന്നതും നമ്മുടെ ഈ യാത്രയിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ്. ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇത് സാധാരണ യാത്രയല്ല. ഞാൻ ഗൾഫിലൊക്കെ ഇടയ്ക്ക് പോയി വരുന്ന ആളാണ്, ഞാൻ ഇടയ്ക്ക് ഡൽഹിയിൽ പോകാറുണ്ട്. അതുപോലെ ഒന്നുമല്ല ഇത്. കാരണം സ്ഥലപരിമിതിയുണ്ട്, ധാരാളം ആളുകൾ ഒത്തുചേരുന്ന സ്ഥലമാണ്. ഹറമാകട്ടെ, മദീനയാകട്ടെ, അറഫയാകട്ടെ, ഇപ്പോൾ ഈ നോമ്പിന് മാത്രം 40 ലക്ഷം ആളുകൾ ഒരൊറ്റ സ്ഥലത്ത് ഒത്തുചേർന്നു. ഒരു പ്രശ്നവുമില്ല, വൃത്തിയായി ഭംഗിയായി. സൗദി അറേബ്യ അതിൻ്റെ ക്ലീനിങ് സംവിധാനം ലോകത്തിന് ഐക്യരാഷ്ട്രസഭ പോലും പ്രശംസിച്ച അത്രയും വലിയ സംവിധാനങ്ങൾ അവിടെ ഉണ്ട്. പക്ഷേ വ്യക്തികൾ എന്നുള്ള നിലക്ക് നമ്മൾ ഓരോരുത്തരും ഒട്ടേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഹജ്ജിന് ഉംറക്ക് പോകും മുമ്പ് സ്വാഭാവികമായും നമ്മളോട് ഇഷ്ടമുള്ളവരൊക്കെ നമ്മളെ സൽക്കാരത്തിന് വിളിക്കും. അങ്ങനെ സൽക്കാരങ്ങൾ ധാരാളമാകുമ്പോൾ നമ്മുടെ നാവിനും നാട്ടുകാർക്കും ഇഷ്ടപ്പെട്ടത് മാത്രം നമ്മൾ എടുക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ ശരീരത്തിന് അത് എതിരായി മാറും. അതുകൊണ്ട് തന്നെ സൽക്കാരങ്ങളെ നിയന്ത്രിക്കണം. പ്രത്യേകിച്ച് ഹജ്ജിന് പോകുന്ന ദിവസങ്ങളുടെ തൊട്ടു മുമ്പുള്ള ദിവസങ്ങൾ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. കാരണം എന്തെങ്കിലും ശാരീരിക പ്രയാസങ്ങൾ ഭക്ഷണം മുഖേനയോ മറ്റോ നമുക്ക് വന്നാൽ യാത്രയെ അത് ബാധിക്കും. അതുകൊണ്ട് സൽക്കാരങ്ങളുടെ പ്രവാഹത്തെ ഒഴിവാക്കി അത്യാവശ്യം നമ്മുടെ ഏറ്റവും അടുത്ത ആളുകൾക്ക് ഒന്നൊരു സന്ദർശനമാകും, പൂർണ്ണമായി ഒരു സൗഹൃദ സന്ദർശനത്തിലേക്ക് സൽക്കാരങ്ങളെ മാറ്റുന്നത് നന്നായിരിക്കും. അതേപോലെ കൂടിച്ചേരലുകൾ, നമ്മുടെ ഹജ്ജ് യാത്രയുമായി ഉംറ യാത്രയുമായി ബന്ധപ്പെട്ട തൊട്ടടുത്ത ദിവസങ്ങളിൽ വല്ല സമ്മേളനങ്ങളോ ക്യാമ്പുകളോ പരിപാടികളോ വിവാഹങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ആ കൂടിച്ചേരുന്ന സന്ദർഭത്തിൽ പലതരത്തിലുള്ള രോഗികൾ അവിടെ ഉണ്ടായേക്കാം. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇൻക്യുബേഷൻ പീരീഡ് എന്നൊരു സംഭവമുണ്ട്. ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ രോഗാണു വന്നു, ആ രോഗം പുറത്തു വരാനുള്ള സമയം, രോഗലക്ഷണങ്ങൾ പുറത്തു വരാൻ, രോഗാണു ശരീരത്തിൽ പ്രവേശിച്ച് രോഗലക്ഷണങ്ങൾ വരെയുള്ള സമയമാണ് ഇൻക്യുബേഷൻ പീരീഡ്. അപ്പോൾ നമ്മളൊരു സ്ഥലത്ത് കല്യാണത്തിന് പോയി, അവിടെ പിന്നെ ഹെപ്പറ്റൈറ്റിസ് എ അഥവാ മഞ്ഞപ്പിത്തം ബാധിച്ച ഒരാളുണ്ടായിരുന്നു. അശ്രദ്ധമായി നമുക്കത് കിട്ടിയെന്ന് വിചാരിക്കുക. എങ്കിൽ നമ്മൾ ഹജ്ജിന് പോയി അവിടെ എത്തിയതിന് ശേഷമാണ് നമുക്ക് രോഗം വരിക. കാരണം 45 ദിവസം വരെ മഞ്ഞപ്പിത്തത്തിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് വരും. അപ്പം അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ഇത്തരം സന്ദർഭങ്ങളിൽ വായു മുഖേന പകരുന്ന രോഗങ്ങൾ ധാരാളമായി വരും. അതുകൊണ്ട് നിർബന്ധമായി നമ്മൾ മാസ്ക് ഉപയോഗിക്കണം. മാസ്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വായുവിലൂടെ പകരുന്ന ഒട്ടേറെ രോഗങ്ങൾ, പ്രത്യേകിച്ച് N95 മാസ്ക് ഒക്കെ ആണെങ്കിൽ മാസ്ക് മുഖേന ഉണ്ടാകുന്ന പ്രശ്നങ്ങളും നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അത്തരം കാര്യങ്ങൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം. ഇനി ഇതൊക്കെ പറയുമ്പോൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് എന്നല്ല, മറിച്ച് നമ്മളൊരു ചെറിയ ശ്രദ്ധ കൊടുത്താൽ ഇത്തരം കാര്യങ്ങൾ മുഖേന വരുന്ന അപകടങ്ങളെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. മറ്റൊന്ന്, നടത്തം ശീലിക്കണം.
നമ്മളൊക്കെ കഴിഞ്ഞ തലമുറയൊക്കെ ധാരാളം നടന്നിരുന്നു. ആ നടന്നതിൻ്റെ ഗുണം അവർ അനുഭവിക്കുന്നുമുണ്ട്. നമുക്കറിയാം, തവാഫ് 7 പ്രാവശ്യം കഅബയെ തവാഫ് ചെയ്യണം. സഈ സഫ മർവക്കിടയിൽ 7 പ്രാവശ്യം. അതേപോലെ തന്നെ ഹറമിൻ്റെ ഏതു ഭാഗത്താണ് നമ്മുടെ റൂം എന്നറിയില്ല, അങ്ങോട്ട് നടന്നു വരണം. അപ്പോൾ ധാരാളം നടത്തം തീർച്ചയായും മക്കയിലും മദീനയിലും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ പെട്ടെന്നൊരു വലിയ നടത്തം വരുന്നതിന് പകരം ഇവിടെ വെച്ച് തന്നെ നമ്മൾ നടത്തം ശീലിക്കുക. ഉദാഹരണമായി കണ്ണൂരിൽ നിന്ന്, ഇപ്പോൾ വ്യത്യസ്ത ജില്ലക്കാരും വ്യത്യസ്ത സംസ്ഥാനക്കാരും ഈ സംസാരം കേൾക്കും. ഞാനിപ്പോൾ സംസാരിക്കുന്നത് കണ്ണൂരിൽ നിന്നായതുകൊണ്ട്, കണ്ണൂരിൽ നിന്ന് താഴെ ചൊവ്വെ പോവുക 3 കിലോമീറ്ററാണ് ദൂരം. അത് നടന്നു പോകുന്നതിനെ കുറിച്ച് ആർക്കും ആലോചിക്കാൻ പറ്റില്ല. പക്ഷേ ഹജ്ജിന് പോകുന്ന ഒരു വ്യക്തി സ്വാഭാവികമായി നടക്കേണ്ട ഒരു ദൂരമാണ് 3 കിലോമീറ്ററും അതിൽ കൂടുതലും. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മുടെ ഒരു മൈൻഡ് സെറ്റപ്പ് ശരിയാകണം. ധാരാളമായി നടക്കേണ്ടി വരും. നേരത്തെ നമ്മൾ തീരുമാനിക്കുക. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ നടക്കുമ്പോൾ ആ കൂട്ടത്തിൽ നമ്മളും നടക്കും. അപ്പം അതുകൊണ്ട് ആ നടത്തം പെട്ടെന്നൊരു ദിവസം തുടങ്ങുന്നതിന് പകരം ഹജ്ജിന് പോകുന്ന ആളുകൾ രാവിലെയൊക്കെ നമ്മുടെ വീട്ടിലും അതുപോലെ തന്നെ കടലോരത്തും അപകടം പറ്റാത്ത റോഡൊക്കെ ആകുമ്പോൾ അപകടം പറ്റാത്ത മേഖലകൾ തിരഞ്ഞെടുത്തുകൊണ്ട് ധാരാളമായി കൈവീശി നടക്കുന്ന ഒരു സ്വഭാവം തീർച്ചയായിട്ടും ഉണ്ടാകണം. പലപ്പോഴും AC to AC വീട്ടിൽ നിന്ന് ഇറങ്ങി AC കാറിലേക്ക് കയറി AC ഉള്ള ടെക്സ്റ്റൈൽസിൽ കയറുന്ന ഒരു രീതി നമുക്കിടയിലുണ്ട്. നമ്മൾ വെയിൽ ശീലിക്കണം. നമുക്കറിയാം, ലോകത്തിൻ്റെ മധ്യഭാഗമാണ് മക്ക. ലോകത്തിൻ്റെ തന്നെ മധ്യമാകണം മക്ക. വമ്പിച്ച വെയിലാണ്. ഹറമിൻ്റെ ഉള്ളിൽ AC ആണ്, നമ്മൾ താമസിക്കുന്ന സ്ഥലത്തും AC ആണ്, നമ്മൾ വരുന്ന വാഹനത്തിലും ഫുൾ AC ആണ്. പക്ഷേ ധാരാളമായി വെയിൽ നമ്മൾ കൊള്ളേണ്ടി വരും. അതുകൊണ്ട് പെട്ടെന്നൊരു വെയിൽ കൊള്ളുക എന്നതിന് പകരം നാട്ടിൽ ഹജ്ജിന് പോകുന്ന ആൾക്കാരൊക്കെ വെയിലത്തിറങ്ങി ബുദ്ധിമുട്ടാകണമെന്നല്ല, മറിച്ച് സ്വാഭാവികമായും AC ഇല്ലാതെ യാത്ര ചെയ്യുന്ന ഒരു സ്വാഭാവികത നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളർത്തിയെടുക്കണം. കാരണം മദീനയിലും മക്കയിലുമൊക്കെ പുറത്ത് നല്ല ചൂടായിരിക്കും മിക്ക സന്ദർഭങ്ങളിലും. അതേപോലെ ചില ആളുകൾക്ക് കാൽമുട്ടിന് ഇടുപ്പിനൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും. അതേ അവസ്ഥയിൽ പോകരുത്. ബന്ധപ്പെട്ട ഡോക്ടറെ അതേപോലെ ഫിസിയോതെറാപ്പിസ്റ്റിനെ കണ്ട് നമ്മൾ ചെയ്യേണ്ട പ്രതിരോധ മാർഗങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും, അങ്ങനെ അവിടെ എത്തിയിട്ട് നമുക്ക് തീരെ നടക്കാൻ പറ്റുന്നത് ഒരുപക്ഷെ നല്ലൊരു ബെൽറ്റ് ഇട്ടാൽ മതിയാകും. ആ ബെൽറ്റിനെ പറ്റി അവിടുന്ന് ആലോചിച്ചിട്ട് കാര്യമില്ല. ഒരുപക്ഷെ ബെൽറ്റ് ഉണ്ട്, ഇന്ന സ്ഥലത്താണ്, അത് ടാക്സി എടുത്ത് പോകണം, ഇത്ര വില, ആ വില കേൾക്കുമ്പോൾ നമ്മൾ പേടിച്ചു പോകും. അപ്പം അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ഡോക്ടറെ കണ്ട്, ആവശ്യമെങ്കിൽ ഫിസിയോതെറാപ്പിസ്റ്റിനെ കണ്ട്, ഇപ്പോൾ ബ്ലോക്ക് തരത്തിലുള്ള കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററുകളിലൊക്കെ ഫിസിയോതെറാപ്പിസ്റ്റുകൾ ലഭ്യമാണ്, അവരെ കാണാം. അങ്ങനെ അല്ലെങ്കിൽ പ്രൈവറ്റായ ഫിസിയോതെറാപ്പിസ്റ്റിനെ കാണാം. അത്തരം കാര്യങ്ങൾ നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഹജ്ജിൻ്റെ വാക്സിനേഷൻ നമുക്കറിയാം. മെനിഞ്ചൈറ്റിസ്, പോളിയോ, മുമ്പ് പിന്നെ കൊറോണ വന്നപ്പോൾ കൊറോണ, ഇതൊക്കെ സൗദി അറേബ്യ അവിടുത്തെ ആരോഗ്യ മന്ത്രാലയം ആവശ്യപ്പെടുന്ന കുത്തിവെപ്പുകൾ, അതെടുത്താൽ മാത്രമേ നമുക്ക് പോകാൻ സാധിക്കുള്ളൂ. എന്തിനാണ് ഈ കുത്തിവെപ്പ് എടുക്കുന്നത്? നമുക്ക് അവിടെ എത്തിയാൽ, നമുക്കറിയാം 140-ൽ പരം രാഷ്ട്രങ്ങളിൽ നിന്നുള്ള ഹാജിമാർ അവിടെ വരും. വ്യത്യസ്ത രാജ്യക്കാരാണ്. അപ്പോൾ അവർക്കൊക്കെ വ്യത്യസ്ത രോഗങ്ങൾ ഉണ്ടായേക്കാം. അവരോട് നമ്മൾ കൂടിച്ചേരുമ്പോൾ നമുക്ക് ആ രോഗങ്ങൾ പകരാം. അപ്പോൾ അങ്ങനെ പകരാൻ സാധ്യതയുള്ള രോഗങ്ങളിൽ ചിലതിന് മുൻകൂട്ടി നമ്മൾ വാക്സിനേഷൻ എടുത്താൽ ആ രോഗത്തെ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റും. അതാണ് വാക്സിനേഷൻ. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മദീനയിലെ അജുവാക്കാരൊക്കെ 7 എണ്ണം കഴിച്ചാൽ വിഷബാധയിൽ നിന്ന്, ഇന്നെന്ന സിഹറിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇത് വെച്ചുകൊണ്ട് ഷെയ്ഖ് ഇബ്നു ബാസ്, ലോകത്തെ തന്നെ ഏറ്റവും വലിയ പണ്ഡിത സംഘടന, അവരുടെ ഒരു ചോദ്യം ചോദിച്ചു, കുട്ടികൾക്ക് വാക്സിനേഷൻ കൊടുക്കാൻ പറ്റുമോ? കൊടുക്കണം എന്നാണ് പറഞ്ഞത്. കാരണം പ്രവാചകൻ പഠിപ്പിച്ച അധ്യാപനമാണ്, രോഗം വരാതിരിക്കാൻ വേണ്ടി ഇന്ന കാരൊക്കെ നിങ്ങൾ കഴിച്ചാൽ. അപ്പോൾ ഒരു രോഗം ഇന്ന കാരണത്താൽ വരുമെന്ന് അതിൽപ്പെട്ടതാണ് ഹജ്ജിൻ്റെ വാക്സിനേഷനും. അതുകൊണ്ട് ആ വാക്സിനേഷൻ വെറുപ്പോടുകൂടിയല്ല, മറിച്ച് സൗദി അറേബ്യയിലെ ആരോഗ്യ മന്ത്രാലയം ഹാജിമാരോടുള്ള സ്നേഹം കൊണ്ട് അവരുടെ ആരോഗ്യ പരിരക്ഷയ്ക്ക് വേണ്ടിയാണ് ഈ വാക്സിനേഷൻ. അതുകൊണ്ട് പ്രാർത്ഥിച്ച് അതിൻ്റെ ഗുണം നമുക്ക് കിട്ടണം എന്ന ഒരു മനസ്ഥിതിയിലായിരിക്കണം നമ്മൾ വാക്സിനേഷൻ സ്വീകരിക്കേണ്ടത്. അതേപോലെ നമുക്ക് ചെറുതായി തോന്നുന്ന ചില കാര്യങ്ങൾ, ചെരുപ്പ്, ചില ആളുകൾ ചെരുപ്പ് വാങ്ങി വെക്കും, ഷൂ വാങ്ങി വെക്കും. എന്തിന്? അത് മക്കത്ത് പോയി ഇടാം. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഒരുപക്ഷെ നമ്മൾ ചെരുപ്പ് വാങ്ങിയിട്ടാൽ 2-3 മീറ്റർ നടക്കുമ്പോൾ കാല് പൊട്ടാൻ തുടങ്ങും. കാരണം പുതിയ ചെരുപ്പ് തൊട്ട സ്ഥലത്ത് നമുക്ക് കാലിന് പ്രയാസം വരും. അപ്പോൾ ഏത് ചെരുപ്പാകട്ടെ ഷൂ ആകട്ടെ നമ്മൾ ഇവിടുന്ന് ഉപയോഗിച്ച് സ്വാഭാവികതയിലേക്ക് എത്തിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ചെരുപ്പ് ഒന്ന് പോരാ, നഷ്ടപ്പെട്ടു പോയേക്കാം എന്ന് കണ്ടുകൊണ്ട് ഒന്നിലധികം ചെരുപ്പുകൾ നമുക്ക് വാങ്ങി വെക്കാം. അതേപോലെ തന്നെ ക്വാളിറ്റിയുള്ള സൺഗ്ലാസ്,
വമ്പിച്ച വെയിലായിരിക്കും. ആ വെയിലത്തൊരു സൺഗ്ലാസ് വെച്ചാൽ അതിൻ്റെ ആശ്വാസം വളരെ പ്രധാനമായിരിക്കും. അതുകൊണ്ട് ഒന്നിലധികം സാധാരണ ലോക്കൽ വാങ്ങരുത്, നല്ല ക്വാളിറ്റിയുള്ള സൺഗ്ലാസ് വാങ്ങി 1-2 എണ്ണം നമ്മോടൊപ്പം ഉണ്ടാകുന്ന നന്നാകും. അതോടെ നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് വെള്ളവും ലവണങ്ങളൊക്കെ കിട്ടാനുള്ള ORS ലായനി, ഈ ORS ലായനി സാധാരണ നമ്മുടെ മെഡിക്കൽ ഷാപ്പുകളിൽ കിട്ടും, ആരോഗ്യ കേന്ദ്രങ്ങളിലൊക്കെ കിട്ടും. നമുക്ക് സ്വാഭാവികമായും ആളുകൾക്ക് വയറിളക്കം ഉണ്ടായാൽ കൊടുക്കുന്നൊരു മരുന്നാണിത്. അപ്പോൾ നമുക്ക് ധാരാളം നടത്തങ്ങളും കാര്യങ്ങളും വരുമ്പോൾ നമ്മൾ ക്ഷീണിക്കാതിരിക്കാൻ അതിൽ ഉപ്പും പൊട്ടാസ്യവും ലവണങ്ങളും എല്ലാം അടങ്ങിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ORS ലായനി നമ്മുടെ കയ്യിൽ ഉണ്ടാകുന്നത് നമുക്ക് നന്നായിരിക്കും. അതേപോലെ തന്നെ മാസ്കിനെ കുറിച്ച് പറഞ്ഞു. ക്ലോസ്ഡ് ഏരിയ നമ്മൾ എവിടെ പോവുകയാണെങ്കിലും, നമ്മളിപ്പോൾ ഒരു വിമാനയാത്രയിലാകട്ടെ, അതുപോലെ AC ഉള്ള സ്ഥലങ്ങളിലാകട്ടെ, അവിടെയൊക്കെ നമ്മൾ മാസ്ക് ഉപയോഗിക്കുന്നത് എപ്പോഴും നമുക്ക് നന്നായിരിക്കും. അതേപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്, നമ്മളൊരു ഹെൽത്ത് ചെക്കപ്പ് നടത്തണം. ആരോഗ്യ മന്ത്രാലയം നിശ്ചയിക്കുന്ന ഒരു ബുക്കുണ്ട്. ആ ബുക്കിൽ ഹെൽത്ത് ചെക്കപ്പ് നടത്തിയാൽ മാത്രമേ അങ്ങോട്ട് കയറാൻ പറ്റൂ. ആ കേവലം ഒരു സാങ്കേതികതയ്ക്ക് വേണ്ടിയുള്ള ഹെൽത്ത് ചെക്കപ്പ് അല്ല, മറിച്ച് നമ്മൾ അറിയുന്ന ഒരു ഡോക്ടറെ കാണിച്ച് വിശദമായ, ഇനി ഡോക്ടറോട് നമ്മൾ ഹജ്ജിന് പോകുന്ന കാര്യം, ഇനി മുസ്ലിം ഡോക്ടർമാരല്ലെങ്കിൽ അവരോട് ഹജ്ജിലുള്ള അവസ്ഥകളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരു ഹെൽത്ത് ചെക്കപ്പ് നടത്തി ഒരു കുറിപ്പ് നമ്മുടെ കയ്യിൽ ഉണ്ടാകണം. അഥവാ നമ്മളൊരു സ്ഥലത്ത് ബോധം കെട്ട് വീട് പോയി, എന്ത് ചെയ്യും? അപ്പോൾ നമ്മുടെ ബാഗിൽ, നമ്മുടെ ഹാൻഡ് ബാഗിൽ ആ കുറിപ്പുണ്ടാകണം. ആ കുറിപ്പിൽ നമ്മുടെ ആരോഗ്യ കാര്യങ്ങൾ ഡോക്ടർ എഴുതിയിട്ടുണ്ടാകും. നമ്മളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നും എഴുതിയിട്ടുണ്ടാകും. അതോടുകൂടി ആംബുലൻസിൽ നമ്മൾ എവിടെ എത്തിയാലും ആ കുറിപ്പ് നോക്കിയാൽ നമ്മുടെ വിഷയത്തിൽ എന്ത് ചെയ്യണം മനസ്സിലാവും. കാരണം നമ്മൾ ആരെന്ന് മനസ്സിലാക്കാൻ നമ്മുടെ ഐഡന്റിറ്റി കാർഡ് നമ്മുടെ അടുത്തുണ്ട്, പക്ഷെ നമ്മുടെ രോഗം എന്ത് മനസ്സിലാക്കാൻ ഒരു കുറിപ്പ് നമ്മുടെ അടുത്തുണ്ടാകണം. അതേപോലെ തന്നെ പല്ലുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ ചെറുതായി കാണരുത്. നമുക്ക് നോണക്കൊരു വേദന ഉണ്ട്, സാരല്ല എന്ന് വിചാരിക്കരുത്. അതൊരു പക്ഷേ പഴുത്തേക്കാം. പഴുത്താൽ നമുക്ക് അസഹ്യമായ വേദന വന്നേക്കാം, ബാധിക്കുന്നതാണ്. നമുക്ക് ഹറമിലേക്ക് നിസ്കരിക്കാൻ പോകുന്നതിനെ ബാധിക്കും. അതുകൊണ്ട് ഡെന്റിസ്റ്റിനെ കണ്ട് പല്ലിന് ചെറിയ ദ്വാരമുണ്ട്, വേദനയുണ്ട്, അത് അടപ്പിക്കണം. അത്തരം കാര്യങ്ങളൊക്കെ, പല്ലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേപോലെ ഡോക്ടറെ കാണിക്കുന്ന സന്ദർഭത്തിൽ തന്നെ സാധാരണ ഒരു പനി വന്നാൽ, ജലദോഷം വന്നാൽ, ചുമ വന്നാൽ, കഫക്കെട്ട് വന്നാൽ നമുക്ക് ഉപയോഗിക്കാവുന്ന മരുന്ന് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നമ്മൾ വാങ്ങി വെക്കണം. അതിന് സൗദി അംഗീകാരം നൽകിയ കാര്യമാണ്. അത്തരം മരുന്നുകൾ ഷീറ്റോടുകൂടി നമുക്ക് വെക്കാവുന്നതാണ്. അതേപോലെ നേരത്തെ പറഞ്ഞതുപോലെ വൈറ്റമിൻസ് ഏതാണോ നമുക്ക് ആവശ്യം അത് നമുക്ക് വാങ്ങി വെക്കാം. ഛർദി, വയറുവേദന, അതേപോലെയുള്ള കാര്യങ്ങൾ. അതേപോലെ നമ്മൾ മരുന്ന് വാങ്ങുമ്പോൾ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് ശ്രദ്ധിക്കണം. പെട്ടെന്ന് ഒരു പക്ഷേ ഏതെങ്കിലും മെഡിക്കൽ ഷാപ്പുകാർ എക്സ്പയറി ഡേറ്റ് തെറ്റിച്ച് തന്നാൽ അത് അവിടെ പിടിക്കപ്പെട്ടാൽ ബുദ്ധിമുട്ടാണ്. അതോടൊപ്പം നമുക്കതിൻ്റെ ഫലം കിട്ടില്ല. അതേപോലെ തന്നെ ക്വാളിറ്റിയുള്ള മരുന്നാകണം വാങ്ങേണ്ടത്. മരുന്ന് സൂക്ഷിക്കുന്ന കാര്യവും നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. കഴിക്കുന്ന മരുന്നുകൾ സൂക്ഷിക്കുന്ന കാര്യവും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേപോലെ ചില ആളുകളൊക്കെ പറയും, എനിക്ക് ഡയബറ്റിക് ആണ്, എനിക്ക് പ്രഷറുണ്ട്, അതേപോലെ തന്നെ ഞാൻ ഹൃദ്രോഗിയാണ്, എനിക്ക് ചെറിയ മാനസിക രോഗമൊക്കെ ഉണ്ട്, ഹറമിലേക്കല്ലേ ഞാൻ അതൊക്കെ നിർത്തി പടച്ചോനോട് പറയാം എന്ന് പറഞ്ഞു പോകും. വലിയ ദുരന്തമാണ് അതുകൊണ്ട് ഉണ്ടാവുക. കാരണം നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ലികുല്ലി ദാഇൻ ദവാ, എല്ലാ രോഗങ്ങൾക്കും മരുന്നുണ്ട്. ഫതദാവൗ, അതുകൊണ്ട് നിങ്ങൾ ചികിത്സിക്കണം. വലാ തതദാവൗ ബിഹറാം, നിഷിദ്ധം കൊണ്ട്, തെറ്റായ കാര്യങ്ങൾ കൊണ്ട് ചികിത്സിക്കാൻ പാടില്ല. അപ്പം അതുകൊണ്ട് ഡയബറ്റിക്കിന് മരുന്ന് പെട്ടെന്ന് നിർത്തിയാൽ ബുദ്ധിമുട്ടാകും. പ്രഷറുമായി ബന്ധപ്പെട്ട മരുന്ന് എടുത്തിട്ടില്ലെങ്കിൽ അവിടെ കുഴഞ്ഞു വീണു പോകും. അതേപോലെ മാനസിക രോഗങ്ങളുമായി ബന്ധപ്പെട്ട മരുന്ന് എടുത്തിട്ടില്ലെങ്കിൽ അവിടുന്ന് അത് മറ്റുള്ളവരോട് കയർത്ത് സംസാരിക്കുന്ന അവസ്ഥ വരും. അപ്പം അതുകൊണ്ട് ശ്രദ്ധിക്കുക. തവക്കുൽ, ഭരമേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾ ഒട്ടകത്തെ കെട്ടിയിടുക എന്നിട്ട് പടച്ചവനോട് പറയാം. കെട്ടിയിട്ടാലും അവന് ഒട്ടകം പല നിലക്ക് നഷ്ടപ്പെട്ടു പോകാം. അതേപോലെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തതിന് ശേഷമാണ് പടച്ചവനോട് തവക്കുലാക്കേണ്ടത്. അതുകൊണ്ട് മരുന്നുകളൊന്നും നമ്മൾ നിർത്തിവെക്കാൻ പാടില്ല. പെട്ടെന്ന് മരുന്നുകൾ നിർത്തിവെച്ചാൽ ബുദ്ധിമുട്ടാണ്. മറ്റൊന്ന്, നമ്മളെ മരുന്ന് പാക്കറ്റിൻ്റെ മുകളിൽ വ്യക്തമായി എഴുതണം. ഓരോ മരുന്നും എങ്ങനെയാണ് കഴിക്കേണ്ടത് എന്ന് വ്യക്തമായി എഴുതണം. മാത്രമല്ല, ഹാൻഡ് ബാഗിലും ലഗേജിലും മരുന്ന് 2 പാർട്ടായി തിരിക്കുക. ഹാൻഡ് ബാഗിൽ കുറച്ച്, ഒരു പക്ഷേ ഒരു എയർപോർട്ടിൽ എന്തെങ്കിലും കാരണവശാൽ നമ്മൾ 2 ദിവസം നിൽക്കേണ്ടി വന്നു, നമ്മുടെ ലഗേജ് മറ്റൊരു വിമാനത്തിൽ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തുകൂടി പോയി. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ നമ്മുടെ ഹാൻഡ് ബാഗിൽ കുറച്ചു മരുന്ന്, ഏതാനും ദിവസത്തേക്കുള്ള മരുന്ന് വേറെ വെക്കണം. പൂർണ്ണമായി 1 മാസത്തൊക്കെ 2 മാസത്തേക്കുള്ള മരുന്ന് നമ്മൾ ലഗേജിൽ വെച്ചാൽ മതിയാകും. ആ കാര്യം ശ്രദ്ധിക്കണം. അതോടൊപ്പം നമ്മളോടൊപ്പമുള്ള നമ്മുടെ ഹാജിമാർ, അവരോട് നമ്മുടെ രോഗവിവരം പറയണം.
നമ്മൾ കുടിക്കുന്ന മരുന്നിനെ കുറിച്ച് പറയണം. അങ്ങനെയാകുമ്പോൾ നമ്മൾ എന്തെങ്കിലും കാരണവശാൽ കിടന്നു പോയാൽ അവർക്ക് എത്രയും പെട്ടെന്ന് അത് ഉപയോഗിക്കാൻ പറ്റും. അതേപോലെ ലഗേജിൽ നമ്മുടെ സാമഗ്രികൾ വെക്കുമ്പോൾ നമ്മൾ അടുത്തു നിൽക്കണം. നമ്മൾ മക്കള് വാപ്പൊന്നും അറിയണ്ട, ഉമ്മൊന്നും അറിയണ്ട, നമ്മൾ മാറിയുന്നു, ഇത് എവിടെയാ വെച്ചത്, മരുന്ന് നോക്കിയിട്ട് കാണുന്നില്ല, ഇത്തരം അവസ്ഥകൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ലഗേജ് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ അടുത്ത് ഇരുന്ന് എല്ലാം കാണുക എന്നത് പ്രധാനമാണ്. അതുപോലെ തന്നെ ഇൻസുലിൻ അത് ശരിയായ രൂപത്തിൽ സൂക്ഷിക്കണമെങ്കിൽ ആവശ്യമായ ഐസ് പാക്ക്, പിന്നെ ഫ്ലാസ്ക്, കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. അത്തരം കാര്യങ്ങളൊക്കെ ഇവിടുന്ന് തന്നെ സൂക്ഷിച്ചു കൊണ്ടുപോവുക എന്നത് വളരെ പ്രധാനമാണ്. അതേപോലെ തന്നെ നടത്തത്തിൻ്റെ കാര്യം പറഞ്ഞു. ആ നടത്തത്തിൻ്റെ വിഷയത്തിൽ മൈൻഡ് സെറ്റപ്പ് റെഡിയാക്കി. ഒറ്റ ഉദാഹരണം, അറഫയിൽ നിന്ന് മുസ്ദലിഫയിലേക്കുള്ള യാത്ര. വിശുദ്ധ ഖുർആൻ പറയുന്നു, ജനങ്ങൾ എവിടെ നിന്ന് പുറപ്പെടുന്നുവോ അവിടെ നിന്ന് നിങ്ങളും പുറപ്പെടുക. അതൊരു ഒഴുക്കാണ്. എല്ലാവരും ഹജ്ജിന് 50 ലക്ഷം ഉണ്ടോ, 50 ലക്ഷവും ഒരു സ്ഥലത്ത് നിന്നാണ് പുറപ്പെടുക. 50 ലക്ഷവും ഒരേ വഴിയിലാണ് നടക്കുക. 50 ലക്ഷവും ഒരേ സ്ഥലത്താണ് അന്തി ഉറങ്ങുക. അപ്പൊ ആ ഒഴുക്കിലേക്ക് നമുക്ക് ഒഴുകി വരുന്ന ആ ആരാധനകളെല്ലാം വ്യക്തമാകണമെങ്കിൽ മരുന്ന് കൃത്യസമയത്ത് കഴിക്കണം, ഭക്ഷണം കഴിക്കണം, വെള്ളം കുടിക്കണം, എല്ലാ കാര്യങ്ങളും റെഡിയായാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. ഇനി ഏതെങ്കിലും നിലക്ക് അല്ലാതെ നടക്കുമ്പോൾ തൊടകൾ കൂട്ടിമുട്ടിന്നോ രസിന്ന് കരുതാം, അവിടെ ഒരു ഓയിൻമെന്റ് നമ്മുടെ കയ്യിൽ വേണം. അങ്ങനെയുള്ള വളരെ സൂക്ഷ്മമായി നമ്മൾ ആലോചിച്ച് ആവശ്യമായ മരുന്ന് നമ്മുടെ കയ്യിൽ കരുതണം. അതോടൊപ്പം തന്നെ ഗ്ലൂക്കോമീറ്റർ നമുക്ക് പെട്ടെന്ന് നമുക്കറിയാം, എല്ലാവർക്കും അറിയാം, ഡയബറ്റിക് ആയ ആളുകളൊക്കെ അത് വീട്ടിലുണ്ടാകും. പക്ഷെ നമ്മുടെ കയ്യിൽ വെച്ചാൽ ആർക്കും പരിശോധിച്ചുകൊണ്ട് അതിനാവശ്യമായ കാര്യങ്ങൾ ചെയ്യുക. മറ്റൊന്ന്, മൊത്തത്തിൽ ഉംറയിലാകട്ടെ ഹജ്ജിലാകട്ടെ എല്ലാ സ്ഥലത്തും വെയിലാണ്. അറഫയിലൊന്നും പിന്നെ AC ഇല്ല, ടെന്റിൽ മാത്രമേ AC ഉണ്ടാവുള്ളൂ. അപ്പോൾ ചില ആളുകൾ വെയിലത്ത് പ്രാർത്ഥിക്കും, ഒരു കുഴപ്പമില്ല. തണലിലേക്ക് മാറിന്നാൽ പ്രാർത്ഥനയ്ക്ക് ഒരു തകരാറും വരുന്നില്ല. അപ്പോൾ നമ്മൾ വെയിൽ കൊണ്ട് ഡീഹൈഡ്രേഷൻ വന്ന് 2024 ഹജ്ജിൽ കുറെ ആളുകൾ മരണപ്പെട്ടത് ഡീഹൈഡ്രേഷൻ മൂലം മാത്രമാണ്. ശരീരത്തിലെ വെള്ളം പറ്റിപ്പോയി. ഞാൻ രാജ്യത്തിന്റെ പേര് പറയുന്നില്ല. ആ രാജ്യത്തുള്ള ആളുകൾ വലിയ ആരോഗ്യവാന്മാരാ. അവർ വന്നു, അവരിതൊന്നും ശ്രദ്ധിക്കാതെ നടന്നു, കുറെ മരണങ്ങൾ സംഭവിച്ചു, ഡീഹൈഡ്രേഷൻ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, വെയിലില്ലാത്ത സ്ഥലത്തേക്ക് മാറി നിന്ന്, അറഫയിൽ ധാരാളം മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്, ആ വെയില്, ആ തണൽ ഉപയോഗിക്കാൻ നമ്മൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മാസമുറയുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ വരും. എന്താണ് ചെയ്യുക? നമുക്കറിയാം, സ്ത്രീകൾക്ക് മെൻസസ് ആകുന്ന സന്ദർഭത്തിൽ നമസ്കാരം പറ്റില്ല, നോമ്പും പറ്റില്ല. ഹജ്ജാണെങ്കിലോ നമുക്കറിയാം, അവിടെ തവാഫിന്റെ സന്ദർഭത്തിൽ മെൻസസ് ഉള്ള സമയത്ത് ഹറം കഅബ തവാഫ് ചെയ്യാൻ പറ്റില്ല, നമസ്കരിക്കാൻ പറ്റില്ല, ഖുർആൻ ഓതാൻ, ഇത്രയേ ഉള്ളൂ. ബാക്കി ഉംറയുടെ ഹജ്ജിന്റെ എല്ലാ കാര്യങ്ങളും മെൻസസോട് കൂടി തന്നെ ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ആ സ്ത്രീകൾ ചെയ്യേണ്ടത്? ഒന്ന്, ധാരാളം ദിവസങ്ങൾ മാസമുറ ഉണ്ടാകുന്ന സ്ത്രീകളുണ്ട്. വേറൊന്ന്, അല്പ ദിവസങ്ങൾ മാത്രം മാസമുറ ഉണ്ടാകുന്ന സ്ത്രീകളുമുണ്ട്. പണ്ഡിതന്മാർ പല അഭിപ്രായങ്ങൾ പറഞ്ഞു. അല്പം ദിവസം മാത്രമുള്ള ആൾക്കാർ അത് ഉപയോഗിക്കണമെന്നില്ല, കൂടുതലുള്ള ആൾക്കാർ ഉപയോഗിച്ചാൽ മതി. വേറെ ചില ആളുകൾ ഹജ്ജിൻ്റെത് പൂർത്തിയാകാനല്ലേ നമുക്കത് ഉപയോഗിക്കാം. നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത്, നമ്മുടെ ഏറ്റവും അടുത്തൊരു ഡോക്ടർ നമ്മൾ കാണിക്കുമല്ലോ, ആ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നമുക്ക് മെൻസസുമായി ബന്ധപ്പെട്ട മെഡിസിൻ ഉപയോഗിക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാം എന്നതായിരിക്കും. നമുക്ക് ഈ തവാഫ്, നമ്മൾ മെൻസസ് ഉണ്ടെങ്കിൽ പോലും ഹജ്ജുമായി ബന്ധപ്പെട്ട അവസാനത്തെ തവാഫ് ഉണ്ട്, ദുൽഹജ്ജ് 13 വരെയുള്ള ആ സന്ദർഭത്തിൽ മെൻസസ് ആണെങ്കിൽ പോലും വൃത്തിയായി കുളിച്ച് ഭദ്രമായി കെട്ടി ആ തവാഫ് ചെയ്യണമെന്നും, എന്നാൽ തവാഫിന് ശേഷമുള്ള നമസ്കാരം വേണ്ട എന്നുമാണ് പണ്ഡിതന്മാർ. അത് എളുപ്പമാണ് സഹോദരന്മാരെ. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുമില്ല. നമുക്കതിന് ആവശ്യമായ തരത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ നമുക്ക് എളുപ്പമാക്കി തന്നിട്ടുണ്ട്. അതുകൊണ്ട് ടെൻഷൻ ഇല്ലാതെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ക്രമീകരിച്ചാൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന അർത്ഥത്തിൽ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മിസ്വാക്ക് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമാണ് പല്ല് തേക്കുക എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ യാത്രയിലും ഹറമെന്നും മദീനത്തൊക്കെ നമ്മുടെ കയ്യിൽ ബ്രഷ് ഉണ്ടാകും. അപ്പൊ 5 നേരവും നമ്മൾ വുളു ചെയ്യുന്നതിൻ്റെ ഭാഗമായി നമ്മൾ മിസ്വാക്ക് ചെയ്യുന്ന സ്വഭാവം ഉണ്ടാക്കുക. കണ്ണട പോയാൽ പിന്നെ ഖുർആൻ ഓതാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് 1 അതിലധികമോ കണ്ണടകൾ എടുത്തു വെക്കുക. ഏത് സ്ഥലത്തും നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു ഒളുവെടുത്ത് പോരുമ്പോൾ ഇവിടെ എന്തെങ്കിലും മറന്നോ, നമസ്കരിച്ചു പോരുമ്പോൾ ഇവിടെ എന്തെങ്കിലും മറന്നോ, റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇവിടെ എന്തെങ്കിലും മറന്നോ, ഈ മറന്നുപോയോ എന്ന ഒരു ചോദ്യം കൊടുത്തേക്കുക.
ഈ ക്ലോസറ്റിലും മറ്റും നമ്മൾ പോകുന്ന സന്ദർഭത്തിൽ ഫോണും അതുപോലെ തന്നെ കണ്ണടയും അതുപോലുള്ള കീയും ഒന്നും ആ ക്ലോസറ്റിലേക്ക്, അവിടുത്തെ ക്ലോസറ്റ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് പിന്നെ ഇറങ്ങി നിൽക്കാൻ മാത്രം ആഴമുണ്ടാകും. കാരണം ഒരു സ്മെല്ലും പുറത്തേക്ക് വരാത്ത തരത്തിലുള്ള ശാസ്ത്രീയ ക്രമീകരണ, പോയത് തന്നെയാണ്. കൈയിട്ട് വാരിയാൽ പോലും വലിയ മൊബൈൽ നമുക്ക് കിട്ടില്ല, അത്രയും ആഴത്തിലായിരിക്കും. അപ്പം അതുകൊണ്ട് അത് നഷ്ടപ്പെട്ടു പോകാൻ, കണ്ണട വീണു പോകാതിരിക്കാൻ, പിന്നെ അതേപോലെ തന്നെ കീ വീണു പോകാതിരിക്കാൻ, ഫോൺ വീണു പോകാതിരിക്കുന്ന തരത്തിലുള്ള ക്രമീകരണമായിരിക്കണം നമ്മൾ അവിടെ ചെയ്യേണ്ടത്. അതോടൊപ്പം നമ്മൾ എവിടെ എത്തിയാലും നമ്മളെ കൊണ്ട് മറ്റൊരാൾ ബുദ്ധിമുട്ടാകാൻ പാടില്ല. നമ്മളൊരു ബാത്റൂമിൽ പോയി മറ്റൊരാൾ വന്നു, നമ്മളെ ശപിക്കുന്നൊരവസ്ഥ ഉണ്ടാകരുത്. കാരണം ഒന്ന് ഫ്ലഷ് അടിച്ചാൽ 5-6 ബക്കറ്റ് വെള്ളം വരുന്ന രൂപത്തിൽ ക്ലീൻ ചെയ്യുന്ന രീതിയാണ് മക്കത്തും മദീനത്തുള്ളത്. അത്രയും വൃത്തിയാകും. അപ്പൊ അതുകൊണ്ട് ആ ഒന്ന് ഫ്ലഷ് അടിക്കാൻ നമ്മൾ മറക്കരുത്. എൻ്റെ കാര്യം കഴിഞ്ഞു, അല്ല, അടുത്ത് മറ്റൊരാൾ വരുന്നുണ്ട്, അയാൾ എന്നെ കൊണ്ട് പ്രയാസപ്പെടരുത് എന്നൊരു നിർബന്ധ ബുദ്ധി. അത്തഹൂറു ശത്രുൽ ഈമാൻ, വൃത്തി എന്ന് പറയുന്നത് ഈമാനിന്റെ, വിശ്വാസത്തിന്റെ പകുതിയാണെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതേപോലെ തന്നെ ഉറക്ക മര്യാദകൾ, ഉറങ്ങുന്ന സന്ദർഭത്തിൽ പല്ല് തേച്ച ആ മര്യാദകൾ, ഉണർച്ചയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി നമ്മൾ ശ്രദ്ധിക്കണം. നല്ല വൃത്തിയുള്ള അവസ്ഥയായിരിക്കണം. കുളിയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണം, പരിസര ശുചീകരണം ശ്രദ്ധിക്കണം, കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ മൂത്രമൊഴിക്കരുത് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ആരോഗ്യശീലങ്ങൾ, ചില ആളുകൾ ഇങ്ങനെ ആവിടും ഹാന്നും പറഞ്ഞിട്ട്, അത് വേറെ ചില ആൾക്കാർക്ക് അത് ഇഷ്ടയല്ല. അപ്പൊ നമ്മളുടെ അണ്ണാക്ക് വരെ മറ്റൊരാൾ കാണേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ റസൂൽ പറഞ്ഞു, ഒന്ന് വായി പൊത്തി വെക്കുക, ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയാൻ പഠിപ്പിച്ചല്ലോ. അതുപോലെ ചില ആൾക്കാർ ഇങ്ങനെ പല്ല് കുത്തിക്കൊണ്ടിരിക്കും. 140 രാജ്യത്തെ മനുഷ്യന്മാരുണ്ട്, ഏതൊരു വൃത്തികെട്ട മനുഷ്യൻ എന്ന് വിചാരിക്കും. അതേപോലെ തന്നെ ചില ആൾക്കാർ മൂക്ക് ഇങ്ങനെ തോണ്ടി കളിക്കും. ഇതൊക്കെ വളരെ നിസ്സാരമായിട്ട് നമുക്ക് തോന്നും. പക്ഷേ ഒരു പവിത്രമായ സ്ഥലത്താണ് നമ്മൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അതേപോലെ ചില ആൾക്കാർ എന്ന് പറഞ്ഞിട്ട് കഫ ഇങ്ങനെ കാറിയിട്ട് അടുത്ത ആൾക്ക് എന്തൊരു വൃത്തികേടായി കാണിക്കുന്നത് എന്ന തരത്തിലുണ്ടാകും. അതോടൊപ്പം നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കൈ കഴുകണം. കാരണം നമ്മൾ ഒരു ലിഫ്റ്റ് ഇറങ്ങുന്ന സന്ദർഭത്തിൽ, അതുപോലെ എക്സലേറ്റർ ഉപയോഗിക്കുന്ന എല്ലാ സ്ഥലത്തും നമ്മൾ കൈ ഇങ്ങനെ തൊട്ടുകൊണ്ടിരിക്കും. ആ കൈ വെച്ച സ്ഥലം തൊട്ട് മുമ്പ് റഷ്യയിലുള്ള ഒരാൾ കൈവച്ച സ്ഥലമായിരിക്കും. അയാൾക്ക് ഒരു പക്ഷേ കോൾഡ് ഉണ്ടാകും, അയാൾ മൂക്കിൽ കൈ വെച്ചിട്ടുണ്ടാകും. ആ കൈയാണ് എക്സലേറ്ററിന്റെ സൈഡിൽ വെച്ചത്, അവിടെ നമ്മളും വെച്ചു. ആ കൈ നമ്മൾ വായിലേക്കോ മൂക്കിലേക്കോ കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ റൂമിൽ നിന്ന് പുറപ്പെടുമ്പോൾ കൈ കഴുകണം. വുളു ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും കൈ കഴുകും. ഇടക്കിടക്ക് സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈ കഴുകുക എന്നത് ഒരു ശീലമാക്കി നമ്മൾ മാറ്റണം. ഹറമിലേക്ക് പോകുമ്പോൾ നമ്മൾ മാസ്ക് ഉപയോഗിക്കണം. എന്ത് മാസ്ക്? ഈ പവിത്രമായ ആരാധനക്ക് വന്നിട്ട് മാസ്ക് ഇട്ട് നടക്കുകയാണോ എന്നൊക്കെ പറയും. പക്ഷെ 3-ാം ദിവസം ആ പറഞ്ഞ ആൾ കിടക്കുന്നുണ്ടാകും. എന്താ കാര്യം? എന്തായാലും വായുജന്യ രോഗങ്ങൾ പകരും. മിക്കവാറും ആളുകൾക്ക് വരിക ജലദോഷമായിരിക്കും. അത് കൂടി കഫക്കെട്ട് വന്ന് നാട്ടിലേക്ക് ഫോൺ ചെയ്യുമ്പോൾ ശബ്ദമൊന്നും ഉണ്ടാവില്ല. ഈ അവസ്ഥ ഒഴിവാക്കാൻ നമ്മളൊരു തീരുമാനമെടുക്കുക. നമുക്കറിയാം, കോവിഡ് സന്ദർഭത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ പ്രശംസ പിടിച്ചുപറ്റി സൗദി അറേബ്യ 25,000 ആളുകളെ 2 മീറ്റർ ദൂരത്തിൽ അവർ തവാഫ് ചെയ്യിപ്പിച്ചു. മിനയിൽ, അറഫയിൽ, എല്ലാ സ്ഥലത്തും അത്ഭുതകരമായിട്ടാണ് ലോകം അത് നോക്കിക്കണ്ടത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു രാജ്യമാണ് അവിടെ. അപ്പൊ അതുകൊണ്ട് തന്നെ അന്ന് മാസ്ക് ഉപയോഗിക്കാൻ പറ്റില്ലെങ്കിൽ സൗദി പറയില്ലേ, മാസ്ക് ഉപയോഗിക്കാത്ത അങ്ങോട്ട് കയറ്റിയിട്ടില്ല. കോവിഡ് വാക്സിനേഷൻ എടുക്കാത്തവർക്ക് അവർക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ മാസ്ക് ഉപയോഗിച്ചാൽ, തൊട്ടടുത്ത ആൾ തുമ്മിയാൽ അല്ലെങ്കിൽ ആ വായുവിൽ വൈറസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് മാസ്ക് ഉപയോഗിച്ചാൽ തീർച്ചയായും നമ്മുടെ കാര്യങ്ങൾ ഭംഗിയായി പൂർത്തിയാക്കാൻ നമുക്ക് സാധിക്കും. മാസ്ക് ഉപയോഗിക്കാത്തവർ എഴുതി വെച്ചോളൂ, ഈ ശബ്ദം നിങ്ങൾ ഓർത്തു വെച്ചോളൂ. മാസ്ക് ഉപയോഗിക്കാത്തവർ 5-6 ദിവസം കഴിഞ്ഞാൽ മാസ്കുമായിട്ട് വരും. പക്ഷെ 3 ദിവസം അവർ കിടന്നിട്ടുണ്ടാകും. എല്ലാവരും എന്നല്ല, പ്രതിരോധ ശേഷി കുറഞ്ഞ ആളുകൾ. അതുകൊണ്ട് മാസ്ക് നമ്മൾ ഇവിടുന്ന് പോകുമ്പം തന്നെ മാസ്ക് ഉപയോഗിക്കുന്ന ഒരു രീതി നമ്മൾ തുടരണം എന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, സംസം വെള്ളം മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അത് അനുഗ്രഹീതമായ വെള്ളമാണ്, അത് വിശപ്പിന് ഭക്ഷണമാണ്, അത് രോഗത്തിന് ശമനമാണ്. ചേകനൂരിനെ പോലെയുള്ള ഹദീസ് നിഷേധികൾ ഈ ഹദീസിനെ നിഷേധിച്ചിട്ടുണ്ടെങ്കിലും ഇന്ന് ശാസ്ത്രീയമായി മാതൃഭൂമിയിൽ ഒരു ആർട്ടിക്കിൾ വന്ന് ശ്രദ്ധിച്ചിരിക്കും, മറ്റു വെള്ളത്തിലില്ലാത്ത ഇൻഗ്രീഡിയൻസ് സംസം വെള്ളത്തിൽ ഉണ്ട് എന്ന്. അപ്പൊ ശാസ്ത്രം പറഞ്ഞിട്ട് വേണോ ഇത് വിശ്വസിക്കാൻ? മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ പറഞ്ഞാൽ മതി, അത് കൃത്യമായിരിക്കും. കാരണം പ്രവാചകൻ സ്വന്തം ഇഷ്ടപ്രകാരം സംസാരിക്കുന്നതല്ല, ഇൻ ഹുവ ഇല്ലാ വഹയ്യുഹ, വഹയിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് സംസം വെള്ളം ധാരാളമായി കുടിക്കുക. ഓർത്തു വെക്കുക, കോൾഡ് കുടിക്കരുത്.
മിക്ക ആളുകൾക്കും കോൾഡുള്ള സംസം വെള്ളം കുടിച്ചാൽ തീർച്ചയായും തൊണ്ടക്ക് പ്രശ്നം വരും. അവിടെ വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാകും നോട്ട് കോൾഡ്, നോർമൽ എന്ന് എഴുതിയ സംസം വെള്ളം ഉണ്ടാകും. ആ സംസം വെള്ളം തന്നെ കുടിക്കാൻ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, നിങ്ങൾ യാത്രാ വിഭവങ്ങൾ ഒരുക്കുക. വിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപന. എങ്ങനെയെങ്കിലും യാത്ര അങ്ങ് പുറപ്പെട്ടാൽ പോരാ. പോകുന്ന വഴിക്ക് പാസ്പോർട്ട് എടുത്തിട്ടില്ല, കുറച്ചങ്ങോട്ട് എത്തിയപ്പോൾ കണ്ണട എടുത്തിട്ടില്ല, ഇതൊന്നുമല്ല. വിശ്വാസികൾ തസവ്വദൂ, നിങ്ങൾ യാത്രാ വിഭവങ്ങൾ ഒരുക്കണം. അത് ഇസ്ലാമാണ്. ഫഇന്ന ഖൈറസ്സാദി തഖ്വ, യാത്രാ വിഭവങ്ങളിൽ ഏറ്റവും പ്രധാനം നരകരക്ഷക്ക്, സ്വർഗപ്രവേശത്തിന് അനിവാര്യമായ നിലപാട് സ്വീകരിക്കുക, ജീവിത വിശുദ്ധി. അതാണ് ഏറ്റവും വലിയ യാത്രാ വിഭവം. ജീവിത വിശുദ്ധി ഇല്ലാത്തൊരു യാത്രക്ക് പോയി അടുത്തിരിക്കുന്ന ആൾക്കാർക്ക് പ്രശ്നമായിരിക്കും, സ്ത്രീകൾക്ക് പ്രശ്നമായിരിക്കും. അവൻ്റെ മനസ്സ് ക്ലിയർ അല്ലെങ്കിൽ ഏറ്റവും വലിയ യാത്രാ വിഭവം മനസ്സിന്റെ സൂക്ഷ്മതയാണ്, വിശുദ്ധിയാണ് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ വിശുദ്ധിയുടെ, തഖ്വയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഹജ്ജിന്റെ മർമ്മമാണ്, ഏകദൈവ ആരാധനയാണ്. നോക്കൂ, നമ്മൾ മക്കയിലേക്ക് പോകുമ്പോൾ, ഹജ്ജിന് വേണ്ടി എത്തിച്ചേരുമ്പോൾ 3 മഹാന്മാരുടെ ചരിത്രം ഓർക്കാതെ ഹജ്ജില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇസ്മായിൽ നബി അലൈഹിസ്സലാം, ഹാജറ ബീവി. എൻ്റെ പ്രിയപ്പെട്ട ഹാജിമാരോട്, സഹോദരന്മാരോട് ഞാൻ ചോദിക്കുന്നു, ഹജ്ജിലെവിടെയെങ്കിലും എൻ്റെയും നിങ്ങളുടെയും മുമ്പിലേക്ക് ഒട്ടേറെ ഹജ്ജിന്റെ പുസ്തകങ്ങൾ കിട്ടിയിട്ടുണ്ട്, കിതാബുകൾ കിട്ടിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു കിതാബിൽ ഇബ്രാഹിം നബിയെ എന്നൊരു വിളിയുണ്ടോ? ഇസ്മായിൽ നബിയെ എന്നൊരു വിളിയുണ്ടോ? ഹാജറ ബീവി എന്നൊരു വിളിയുണ്ടോ? പോട്ടെ, ബി ബറക്കത്തി ഹാജറ ബിഹഖ് ഇബ്രാഹിം എന്നൊരു വിളിയുണ്ടോ? ഇല്ല, ഹജ്ജിലെവിടെയും ഇല്ല. എന്നാൽ ആ മഹാന്മാർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു, അവരുടെ മാർഗം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുക്കുന്നു. ഹജ്ജുമായി ഒരു ബന്ധവുമില്ല മദീനക്ക്. ചില ആളുകൾ ഹജ്ജിന് മുമ്പ് മദീനയിൽ പോകും, ചില ആളുകൾ ഹജ്ജ് കഴിഞ്ഞാൽ മദീനയിൽ പോകും. മദീന യാത്ര വളരെ പ്രധാനമാണ്, അത് പുണ്യയാത്രയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥാപിച്ച പള്ളിയാണ് മദീനയിലെ പള്ളി. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥാപിച്ച ആ പള്ളിയുടെ തൊട്ടടുത്ത് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ റസൂലുള്ളാഹിയുടെ ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യവിശ്രമം കൊള്ളുന്നു. അപ്പോൾ മദീന പള്ളിയിലേക്ക് പോയി ലോകത്തിൻ്റെ സൃഷ്ടാവിനോട് പ്രാർത്ഥിക്കുന്ന വിശ്വാസികൾ പ്രവാചകന്റെ ഖബറിൻ്റെ അടുത്ത് പോകുന്നു. എന്തിന്? അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, അങ്ങേക്ക് പടച്ചവന്റെ രക്ഷയുണ്ടാകുമാറാകട്ടെ. എന്താണ് സ്വലാത്ത്? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ, പടച്ചവനെ മുഹമ്മദ് നബിക്ക് നീ ഗുണം ചെയ്യണമേ. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ, പടച്ചവനെ മുഹമ്മദ് നബിക്ക് നീ അനുഗ്രഹം ചൊരിയണമേ. പിന്നെ എങ്ങനെയാ മുഹമ്മദ് നബി എന്നുള്ള പ്രാർത്ഥന? മുഹമ്മദ് നബിയെ അനുഗ്രഹിക്കണമേ എന്നാണ് ഓരോ നമസ്കാരത്തിലും ഒരു മുസ്ലിം പറയുന്നത് പ്രവാചകന്റെ ഖബറിൻ്റെ അടുത്തെത്തിയാൽ. അതുകൊണ്ട് ആരോഗ്യത്തിൽ ഏറ്റവും പ്രധാനം മനസ്സിനെ ബാധിക്കുന്ന മാലിന്യമാണ്. ആ മാലിന്യമാണ് സൃഷ്ടി പൂജ. സൃഷ്ടികളെ ആരാധിക്കുന്ന പ്രശ്നമില്ല. ഹജ്ജിലെവിടെയും ആ മന്ദിരം നിർമ്മിച്ച മഹാനായ ഇബ്രാഹിം നബിയുടെ ഒരു പ്രാർത്ഥന ഹജ്ജിലില്ല, ഇസ്മായിൽ നബിയുടെ ഒരു പ്രാർത്ഥന ഇല്ല. സഫാ മർവയിൽ നമ്മൾ ഓടുന്നത് ഹാജറ ബീവിയുടെ ഓട്ടമാണ്, എങ്കിൽ ഹാജറ ബീവിയെ ഒരു തേട്ടം അവിടെ ഇല്ല. മദീനയിൽ പ്രവാചകനോടൊരു പ്രാർത്ഥനയുമില്ല. ഇത് ഞാൻ പറയാൻ കാരണം ഇതാണ് ആരോഗ്യത്തിൻ്റെ അടിസ്ഥാനം, അഥവാ ഏകദൈവാരാധന. ലാ ഇലാഹ ഇല്ലല്ലയിൽ അബദ്ധം പറ്റിയാൽ ഹജ്ജ് മുഴുവൻ ബാത്തിലാകും, എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അതുകൊണ്ട് എല്ലാവരും ആ കാര്യത്തിൽ ശ്രദ്ധിക്കണം. നമ്മൾ ഹജ്ജിന് പോകുന്നതിന് മുമ്പോ ഹജ്ജിലോ ഹജ്ജിന് ശേഷമോ നമ്മുടെ ബിൽഡിങ്ങിലോ ഒന്നും സൃഷ്ടാവല്ലാത്ത ആരോടെങ്കിലും നമ്മൾ പ്രാർത്ഥിച്ചു പോയാൽ ഹജ്ജിനെ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹി ജന്ന. ആരെങ്കിലും പടച്ചവനിൽ പങ്കുചേർത്താൽ, പടച്ചവന് മാത്രം കൊടുക്കേണ്ട ആരാധന, പ്രാർത്ഥന, നേർച്ച, വഴിപാടുകൾ പടച്ചവനല്ലാത്തവർക്ക് കൊടുത്താൽ ഫഖദ് ഹറമല്ലാഹു അലൈഹി ജന്ന, ആ വ്യക്തിക്ക് പടച്ചവൻ സ്വർഗം നിഷിദ്ധമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ആത്മീയതയുടെ അടിസ്ഥാനം ഏകദൈവ ആരാധനയാണ്. മുഹമ്മദ് നബിയെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് നമുക്കറിയാം. എങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ നമ്മുടെ സമുദായത്തിനിടയ്ക്ക് വന്നു പോകുന്ന അബദ്ധങ്ങളെ നാം സൂക്ഷിക്കണം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുക, ആവശ്യമെങ്കിൽ ഒരു നോട്ട് തയ്യാറാക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ഹജ്ജിന് പോകുന്ന, ഉംറക്ക് പോകുന്ന മറ്റുള്ളവർക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ കൈമാറണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമയം നിങ്ങളോട് സംസാരിച്ച എനിക്ക് വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞാനും പ്രാർത്ഥിക്കും. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ യാത്രയുടെ ഉദ്ദേശ്യം പൂർണ്ണമായി സഫലമാക്കി ഒരു പാപമോചിതനായ അവസ്ഥയിൽ, പിഞ്ചു കുഞ്ഞിൻ്റെ മാനസികാവസ്ഥയിൽ തിരിച്ചു വരിക എന്ന മഹാലക്ഷ്യം നമ്മുടെ ഓരോരുത്തരുടെയും കാര്യത്തിൽ സാധിപ്പിക്കുമാറാകട്ടെ. വ ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.